അസ്സലാമു അലൈക്കും. മോളു നാളെ ഉപ്പച്ചി വരൂട്ടോ. മോള് ഉപ്പച്ചി എന്ന് വിളിക്കുന്നത് ഉപ്പയുടെ അഞ്ജനയാണ്, ഉവൈസിനെ. മാഷി മോളോട് പറഞ്ഞു. ഞാൻ പോകൂല, ഞാൻ പോകൂലും വെച്ച്. പെട്ടെന്ന് മോള് മറുപടി പറഞ്ഞു. മോളൂസേ, നിന്നെ കൊണ്ടുപോവാനല്ല, ഇവിടെ 2 ദിവസം നിന്നിട്ട് പോകുമെന്ന്. അവർക്ക് പുതിയ വാവയെ മതിയെന്ന്. നീ ഉമ്മച്ചിക്കൊപ്പം നിന്നാൽ മതിയെന്ന് അവർ പറഞ്ഞു. എനിക്ക് പെണ്ണുവാവയെ മതിയെന്ന് പറയണ ഉമ്മച്ചി. അപ്പുറത്തെ വാവയെ പോലെ. അവളുടെ കണ്ണുകൾ തിളങ്ങി. പുറത്തെ ഗേറ്റിന് മുന്നിൽ നിന്നും കാറിൻ്റെ നിർത്താതെയുള്ള ഹോൺ കേട്ടാണ് പുറത്തേക്ക് നോക്കുന്നത് മാഷി. പരിചിതമായ കാറിൻ്റെ മുൻവശമിരിക്കുന്ന കൈസിനെ മിന്നായം പോലെ കണ്ടു. അവളുടെ കൂടെ ഒരു പെണ്ണും. അവൻ്റെ വണ്ടി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ നെഞ്ചിരിപ്പോടെ ഇവരെന്താ ഇവിടെ എന്ന ചിന്തയിൽ നടുങ്ങി മാഷി. ഖൈസിൻ്റെ മുഖം നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ നടുക്കം മാറിയില്ല മാഷിക്ക്. അവളൊന്ന് വിയർത്തു. ഉമ്മച്ചി, വാവ കരയുന്നു, മോളവളെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വേഗം ചെന്ന് കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു. ഉപ്പാൻ്റെ കണ്ണു പതിയാത്ത തൻ്റെ കുഞ്ഞ്. അവളൊന്ന് തേങ്ങിപ്പോയിരുന്നു. മണ്ണിട്ട് മൂടിയാലും മറക്കാൻ പറ്റാത്ത കഴിഞ്ഞ കാലത്തിൻ്റെ അടയാളങ്ങൾ. നിസ്കാരവും മൂത്തും കഴിഞ്ഞ് മക്കൾക്ക് ആഹാരവും കൊടുത്ത് വേഗത്തിൽ മക്കളെ കിടത്തിയവൾ. ചിന്താഭാരത്താൽ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ട്. അധികം കടുപ്പിടുത്തമില്ലാതെ മക്കൾക്കരികിലേക്ക് അവൾ നടന്നു. മോളെപ്പോഴും അപ്പുറത്തെ വാവയെക്കുറിച്ച് മുസമ്മുവിനോട് അടക്കം പറയുന്നുണ്ട്. നാളെയും അവിടെ പോണം, നീയും ഉമ്മച്ചിയോട് പറയണിട്ടോ മുസമ്മു എന്ന് പറഞ്ഞ് ചട്ടം കിട്ടുന്നുണ്ട്. കൂടാതെ അവൻ്റെ നെറുകയിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് തലോടുന്നുമുണ്ട്. മാഷി മോന് പാല് കൊടുത്ത് മെല്ലെ കണ്ണുകൾ അടച്ചു. കണ്ണിൽ മിഴിയോടെ തെളിഞ്ഞത് കൈസായിരുന്നു. മാഷി, ദേ എനിക്കൊരു ഉമ്മതാടി. കവിളിലും കണ്ണിലും നെറ്റിയിലുമൊക്കെ ചൂണ്ടി ചൂണ്ടി അവൻ കൊഞ്ചി. നിങ്ങൾ പോണുണ്ട് കൈസിക്ക. പ്രസവിച്ച് കിടക്കുന്ന മുറിയിൽ നിങ്ങളെ കയറ്റണ്ടെന്ന് ഉമ്മ പറയുന്നത് ഇതുകൊണ്ടാ. ഉമ്മ കണ്ടാൽ പിന്നെ നിങ്ങളെ വീടിൻ്റെ കൊലായിൽ നിന്ന് കറങ്ങേണ്ടി വരിട്ടോ. അവൻ്റെ മങ്ങിയ മുഖം കാണെ ചിരിയുതക്കി അവൾ. അരികിൽ വരും മുമ്പ് ഒരെണ്ണം പ്ലീസ് മാഷി, പ്ലീസ്. വാതിലിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണോടിച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. ചുണുങ്ങി ചുണുങ്ങി അവൻ പിണങ്ങി മുഖം തിരിച്ചപ്പോൾ അവൻ്റെ ചുവന്ന കവളിൽ അമർത്തി കടച്ചിരുന്ന അവൾ. കൂടെ ഒരു ചുംബനവും. പരിഭവം അലിഞ്ഞതും അവൻ്റെ മുഖം പ്രണയത്താൽ തിളങ്ങി. അവൾ നൽകിയതും ഇരട്ടി തിരിച്ചു നൽകുമ്പോൾ കണ്ണുകൾ ഇറുകെ അടച്ച് മാഷി തിരിഞ്ഞു നിന്നു. അവളുടെ വെപ്രാളം കണ്ട് കൈസ് വേഗം ഡോറിന് നേരെ നോക്കി. ഉമ്മമാർ രണ്ടും കണ്ണും കുറിപ്പിച്ച് നോക്കുന്നുണ്ട് അവനെ. ഇരുന്നിടത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റ് തല ചൊറിഞ്ഞ് ചിരിച്ചവൻ. നാണക്കേട് കൊണ്ട് മാഷി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഡാ കൈസേ, ഉമ്മയുടെ വിളിയിൽ അവനൊന്ന് പരുങ്ങി. മേലാലേ എൻ്റെ കൂടെ അല്ലാതെ ഈ വീടിൻ്റെ പടി ചവിട്ടേ ദീശക്ക. പെട്ടിന് പറ്റിയിട്ട് 10 ദിവസം തികച്ചായിട്ടില്ല. അവൻ്റെ പൊട്ടത്തരം കാട്ടാൻ കണ്ടൊരു നേരം. ഉമ്മ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. പ്രസവം കഴിഞ്ഞ് അവളുടെ വീട്ടിൽ കൊണ്ടുപോയിടം തൊട്ട് അവന് പരിഭവമാണ്. ഒരു കൊട്ട മുഖവും വീർപ്പിച്ച് നിന്നു വന്ന്. 7-ാം മാസത്തിലെ ചടങ്ങിന് അവളെ കൂട്ടാൻ ഉമ്മയും ഉപ്പയും എത്തിയപ്പോൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ച് പ്രസവം വരെ അവൻ്റെ ഒപ്പം നിർത്തിയവൻ. പകലിൽ ചെറുവേദനകൾ സൂചനകൾ നൽകിക്കൊണ്ടുവന്നെങ്കിലും നല്ല വേദന തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്ന് അവളുടെ വാശിയിൽ വെപ്രാളം പൂണ്ടതും സമാധാനമില്ലാതെ അവൾക്ക് കൂട്ടിരുന്നതും അവനാണ്. ഇടയ്ക്ക് നടുവിൽ നിന്നൊരു വേദന വന്ന് അത് വയറാകെ ഒന്ന് പൊതിഞ്ഞ് കാലിലൂടെ തരിപ്പ് പടർത്തി കടന്നു പോകും. അരമണിക്കൂറിൻ്റെ ഇടവേളകളിൽ അവളൊന്ന് പുളഞ്ഞു പോകും. എന്നിട്ടും അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയമായിരുന്നു. ഓപ്പറേഷൻ ചെയ്താൽ എനിക്ക് പേടിയാ കൈസിക്ക. വേദന ഞാൻ കുറച്ചുകൂടി സഹിച്ചോളാം. ആദ്യ പ്രസവമായതുകൊണ്ട് ഉടനെ ഡെലിവറി നടക്കില്ല എന്ന് എവിടെയോ വായിച്ചതോർത്ത് പറഞ്ഞവൾ. അന്ന് ആദ്യമായി അവളോട് അല്പം ദേഷ്യം തോന്നിയവന്. ജീവനും കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു അവൻ. രാത്രിയിൽ വല്ലതും വേദന കൂടിയാൽ പറ്റില്ല മാഷി, നമുക്കിപ്പോൾ തന്നെ പോയി അഡ്മിറ്റ് ആവാം, അവൻ അവസാന തീരുമാനം എന്ന പോലെ പറഞ്ഞു. വേണ്ട സാധനങ്ങളൊക്കെ ഒന്നുകൂടി നോക്കി ഉറപ്പാക്കി അവയൊക്കെ വണ്ടിയിൽ കൊണ്ടുവച്ച് അവളെ നോക്കുമ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞവളെ ഉമ്മയും ഇത്തയും കൂടി ചേർന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയും 10 നാൾ അധികമുണ്ട് ഡെലിവറി ഡേറ്റിന്. ഇപ്പോൾ വേദനയൊന്നുമില്ല ഇക്ക. അവൾ ചിരിയോടെ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അവന് ഉറപ്പായിരുന്നു. രൂക്ഷമായി നോക്കി വേഗം കഴിച്ചിട്ട് ഒരുങ്ങുക എന്ന് താക്കീത് നൽകി റൂമിൽ കയറി അവൻ. മുഖം അമർത്തിത്തിടക്കുമ്പോൾ കണ്ണുനീർ നിയന്ത്രണമില്ലാതെ ഒഴുകി തുടങ്ങിയിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് റൂമിലേക്ക് കാണാത്തവളെ വീണ്ടും തിരക്കിയിറങ്ങുമ്പോൾ, നീ കിടന്നോ കൈസേ, ഇനി വേദന വന്നാൽ നമുക്ക് ഉറപ്പായും അവളെ കൊണ്ടുപോവാം. അവൾ സുഹൈലാൻ്റെ അടുത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മ അടുക്കളയിൽ കയറി. എല്ലാവരും കഴിച്ച് നീയും കഴിക്ക്. ടേബിളിലെ ഭക്ഷണം അവന് വിളമ്പി വെച്ച് ഉമ്മ വിളിച്ചു.
ഉവൈസിൻ്റെ റൂമിലേക്കൊന്ന് നോക്കി അവൻ കഴിക്കാനിരുന്നു. 2-3 ഉരുളകൾ വായിൽ വെച്ചതും സുഹൈലാൻ്റെ കരച്ചിൽ അവൻ്റെ ചെവിയിൽ പതിഞ്ഞു. കൈസേ എന്നുള്ള വിളിയും. ഓടിപ്പിടിച്ച് റൂമിലെത്തുമ്പോഴേക്കും അവളുടെ കാലിലൂടെ ഒഴുകുന്ന വെള്ളമാണ് കണ്ണിലുടക്കിയത്. അവളും പേടിയോടെ കരയുന്നുണ്ട്. സുഹൈല അവളെ താങ്ങിപ്പിടിച്ചിട്ടുണ്ട്. കൈസേ, വേഗം ഹോസ്പിറ്റലിൽ പോവാൻ നമുക്ക്. മാഷിയേക്കാൾ ഏറെ കരയുന്നുണ്ട് സുഹൈല. ആദ്യത്തെ പതർച്ച മാറി മാഷിയെ പിടിക്കുമ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അവൾ. ഈ ഡ്രസ്സൊന്ന് മാറ്റണമെന്ന് കൂടെ പറഞ്ഞപ്പോൾ കൈസിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവളെ കൈകളിലെടുത്ത് വണ്ടിക്കരികിൽ നടക്കുമ്പോൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നൊരു ചിന്ത മാത്രമായിരുന്നു. അവൻ കയറിയപാടെ ഉമ്മയും വണ്ടിയിൽ കയറി. സുഹൈല റൂം ക്ലീൻ ചെയ്ത് ഉവൈസിൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് കയറി റൂം ക്ലീൻ ചെയ്തു. വേഗം ഡ്രസ് മാറി വന്നു. ഉവൈസ് അപ്പോഴേക്കും ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ നിർത്തി അവൾക്കൊപ്പം ഇറങ്ങി. ഉപ്പൊരു യാത്രയിലാണ്. ഒഫീഷ്യലായതുകൊണ്ട് വിളിച്ചാലും ആൾ ബിസി ആയിരിക്കും. എങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ട് ഉവൈസ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മാഷിയെ ലേബർ റൂമിലേക്ക് മാറ്റിയിരുന്നു. ഉവൈസിനെ കണ്ടതും കൈസിന് താങ്ങിനെന്ന പോലെ അവൻ്റെ തോളിൽ ചാഞ്ഞു ഒരു നിമിഷം. പിന്നീടുള്ള കാത്തിരിപ്പ്. 1-2 മണിക്കൂറിനുള്ളിൽ അവളുടെ ഉമ്മയും ഉപ്പയും എത്തിയിരുന്നു. ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നാണ് പുറത്തേക്ക് വന്ന നേഴ്സ് പറഞ്ഞത്. വേദനയുടെ ഏറ്റക്കുറച്ചിലിൽ കരയണ്ട എന്ന് വെച്ചിട്ടും കണ്ണീർ ഒഴുകുന്നുണ്ട്. അരികിൽ വന്ന് സമാധാനിപ്പിക്കുന്ന നേഴ്സിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവിടെ. എൻ്റെ അച്ഛനെ ഒന്ന് കാണണം, പറ്റുമോ? ഒരു തവണ മതി. കണ്ണുനീർ തൂകി പറയുന്നവളെ അവരും അരുമയെ നോക്കി. ഇടയ്ക്കിടെ അവിടത് ആവർത്തിക്കുന്നുണ്ട്. ഡോക്ടറോട് അനുവാദം വാങ്ങി അവൻ അകത്തേക്ക് വരും നേരം ബെഡിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ അടച്ച് കിടപ്പാണവൾ. ചെന്നൈയിൽ കൂടെ ഒഴുകുന്ന കണ്ണുനീർ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ച് തഴുകി. മാഷിമോളെ. അവളുടെ നെറ്റിയിൽ മെല്ലെ മുത്തി കണ്ണീരുപ്പി. വേദനയിലും അവൻ്റെ മുഖം അവൾക്കൊരാശ്വാസം പകർന്നു. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ അവളിൽ സഹനത്തിൻ്റെ കാഠിന്യം നിറച്ചു. അവൾ മെല്ലെ തിരിച്ചു. മതി കേട്ടോ, ഇനി പുറത്തേക്ക് നിന്നോളൂ. നേഴ്സ് അവനെ നോക്കി. സാധാരണ ഇങ്ങോട്ടേക്ക് ആണുങ്ങൾക്ക് പ്രവേശനമില്ലാത്തതാണ്. ലേബർ റൂമിൽ നിന്ന് മാഷിത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയൊരു കൺസിഡറേഷൻ ചെയ്തതാ. അവൻ ഇറങ്ങി 1/2 മണിക്കൂർ തികയും മുമ്പ് തന്നെ അവർക്കൊരു മോള് ജനിച്ചിരുന്നു. സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ. ഭർത്താവിൽ നിന്നും ഉപ്പയിലേക്ക് ആയൊരു വല്ലാതൊരു ഫീലായിരുന്നു അവന്. പ്രസവം കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ തന്നെ നിർത്താൻ ആഗ്രഹമുണ്ടായിട്ടും നാട്ടുതടപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഏടാക്കൂടങ്ങൾ മുമ്പിൽ പരത്തി അവൻ. പിന്നീടുള്ള എല്ലാ ദിവസവും കുഞ്ഞിനെ കാണാൻ എന്ന പേരിൽ മാഷിക്കരികിൽ വരുമ്പോൾ അവൻ്റെ പരിഭവങ്ങൾ കേൾക്കാൻ മാത്രമേ അവൾക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. എന്തോ അവളില്ലായ്മ പോലും വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു അവൻ. എന്തിനും ഏതിനും അവൾ കൂടെ വേണമെന്ന് ശാഠ്യം പിടിച്ചവൻ. എന്നാണ് മാറി തുടങ്ങിയതെന്ന് അവൾക്കും അറിയില്ല. ഒരു പക്ഷേ അവനും. മാഷിത ഇതൊക്കെ ഓർത്തുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചു. പിന്നെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഫോണിൻ്റെ ബെൽ കേട്ടാണ് രാവിലെ ഉറക്കം മുറിഞ്ഞത്. ഉണർന്ന് വേണം സൗണ്ട് കുറച്ച് വെച്ച് സ്ക്രീനിലേക്ക് നോക്കി മാഷി. ഉവൈസ്ക. എന്തേ ഇത്ര രാവിലെ? ആലോചിച്ച് വേഗം കോളെടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ ഉവൈസ്ക. എന്താ? എന്ത് പറ്റി? ഒന്നുമില്ല മാഷി, നീ ഒന്ന് വാതിൽ തുറന്നു തന്നാലേ ഞങ്ങൾക്ക് അകത്തേക്ക് വരാം. ചെറുചിരിയോടെയുള്ള അവൻ്റെ വർത്തമാനം. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? അവൾ വെപ്രാളപ്പെട്ടു. പതുക്കെ മുഖമൊന്ന് കഴുകി വന്നാൽ മതി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അവളുടെ വെപ്രാളം മറഞ്ഞ പോലെ അവൻ പറഞ്ഞു. അപ്പോഴേക്കും മുന്നിലെ വാതിൽ അവൾ തുറന്നിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം സുഹൈലയെ കണ്ടപ്പോൾ ഒരു നെടുവീർപ്പ് പെയ്യുന്ന അവളിൽ. പിന്നെ മനോഹരമായ ഒരു ചിരിയിൽ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു. മക്കൾ ഉണരണ്ട എന്ന് വെച്ചാൽ കോളിംഗ് ബെല്ല് അടിക്കാതിരുന്നത്. നേരം ആവുന്നതല്ലേ ഉള്ളൂ. ഫോണിൽ വിളിച്ചാൽ ആളെ മനസ്സിലാകുമല്ലോ എന്ന് കരുതി. മക്കൾ ഉറക്കല്ലേ? അവരെ കാണാൻ കണ്ണാലെ റൂമിലേക്ക് നോക്കി ഉവൈസ്. മാഷി, എന്തുണ്ട് വിശേഷം? എന്ത് ചോദിക്കുമെന്ന് അറിയാതെ പരിങ്ങി സുഹൈല മാഷിയെ തന്നെ നോക്കി. ഒരുപാട് മാറിയിട്ടുണ്ട്, അല്ല മാറ്റപ്പെട്ടിട്ടുണ്ട്. ചിരിച്ചും കുറുമ്പ് കാണിച്ചും ഒരു പൂമ്പാറ്റിയെ പോലെ പാറി നടന്നവൾ. എനിക്കൊരു ഇത്തയില്ല, അതുകൊണ്ട് എന്നെ അനിയത്തിയായി അങ്ങ് കണ്ടോളണം എന്ന് പെണ്ണു കാണലും കഴിഞ്ഞ് ഉറപ്പിക്കലിനൊപ്പമുള്ള വളയിടൽ ചടങ്ങിൽ സ്വകാര്യമായി കാതിൽ പറഞ്ഞത് ഇന്നും തെളിമയോടെ കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവൾ തന്നോട് വന്ന് അഭിപ്രായം ചോദിക്കും. അത് കൊള്ളാമോ, ഇത് കൊള്ളാമോ, അങ്ങനെ ചെയ്താൽ കുഴപ്പമാകോ? അങ്ങനെ നിർത്താതെ മുഷിയാതെ ഒപ്പം കൂടിയവൾ. 2ാമത്തെ പ്രസവം കഴിഞ്ഞ് മോളെ തങ്ങൾപ്പൊപ്പം കടത്തുമ്പോൾ അവളിൽ കരുണയായിരുന്നു. തൻ്റെ വേദന പകർന്നെടുത്ത് ആശ്വാസം നൽകിയവൾ. പക്ഷേ കൈസിൻ്റെ തീരുമാനത്തിൽ ആർക്കും കൈക്കടത്താൻ പറ്റാത്ത വിധം ഒരുവൾ അവനെ മാഷിയിൽ നിന്നും അറുത്തു മാറ്റിയിരുന്നു.
ഒന്ന് വിളിക്കാനോ പറയാനോ പറ്റാത്ത വിധം മോളെന്നൊരു കൂട്ടിൽ താൻ ഒതുങ്ങുമ്പോൾ അവളെ വിട്ടുകൊടുക്കാൻ പറയുമോ എന്നൊരു പേടിയിൽ ഉവൈസിക്കയും അവളെ മറന്നുപോയെന്നത് സത്യമാണ്. ചെയ്തു പോയത് തിരുത്താൻ സമയമായി. അങ്ങനെ ഒരു മനസ്സ് റബ്ബ് നൽകി. അവളെ കൈവിടാതെ ചേർത്ത് പിടിക്കണം. സുഹൈല അവളെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരെയും അവയുടെ നിമിഷങ്ങളിലേക്ക് വിട്ട് ഉവൈസ് മക്കളുടെ അടുത്തേക്ക് നടന്നു. മൂന്നാളും മൂന്ന് രീതിയിൽ കിടപ്പുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കി നിൽക്കാൻ. കണ്ണു ചിമ്മാതെ അവനാ കാഴ്ച നോക്കി നിന്നു. ഇക്ക, ലഗേജ് എടുത്തിട്ട് വരാമോ? ഒന്ന് ഫ്രഷ് ആവാം. അവനെന്നെ തിരിച്ചു നോക്കി. ദേ നിന്റെ മോള് അവിടുന്ന് കരഞ്ഞും പിഴിഞ്ഞും വന്നിട്ട് നീ അവളെ ഒന്ന് നോക്കുന്ന പോലില്ലല്ലോ സുഹൈല. അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയാണ് അവൻ്റെ ചോദ്യം. സീറോ ബൾബിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവൾ ആ കട്ടിലേക്ക് നോക്കി. തൻ്റെ നെഞ്ചോട് ചേർത്ത് ഉറങ്ങിയവൾ, തൻ്റെ വേദനയെ ശമിപ്പിച്ച് ഉമ്മി എന്ന് വിളിച്ചവൾ, താൻ പ്രസവിക്കാത്ത തൻ്റെ പൊന്നുമോൾ. ചുണ്ടുകൾ വിതമ്പി അവൾ ആ കട്ടിലേക്കിരുന്നു. എത്ര സ്നേഹം പകുത്തു നൽകിയാലും പെറ്റുമ്മയെപ്പോലെ ആവില്ല താൻ. അതല്ലേ അവൾക്ക് വരണ്ടാന്ന് വാശി പിടിച്ചത്. ഇനിയും കരയിലെ സുഹൈല. നമ്മുടേതെന്ന് പറയാൻ നമുക്കൊരു കുഞ്ഞു വരും. എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്. നീ വാ, നമുക്കൊന്ന് ഫ്രഷായി നിസ്കരിച്ചു വരാം. അവളുടെ തോളിൽ കൈയിട്ട് പുറത്തേട്ടൊക്കെ നടക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ആ മൂന്ന് മക്കളിൽ ഓടി വന്നിരുന്നു. മാഷി അവർക്ക് വേണ്ടി കട്ടിലിൽ പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കി കൊടുത്തു. ഉപയോഗിക്കാതെ കിടന്നതാണെങ്കിലും എന്നും തൂക്കലും തുടക്കലുമൊക്കെ മുറ പോലെ നടന്നിരുന്നു. അതുകൊണ്ട് പൊടിയും സ്മെല്ലും ഒന്നുമില്ലായിരുന്നു. കാറിൽ നിന്നും ലഗേജ് എടുത്തു വന്ന ഉവൈസിനൊപ്പം അകത്തേക്ക് കയറി മുൻവാതിൽ ലോക്ക് ചെയ്തു സുഹൈല. നിസ്കരിച്ചിട്ട് ചായ ഇട്ടാൽ മതിയോ? റൂമിൽ കയറും മുമ്പേ സുഹൈലയോട് അടക്കം ചോദിച്ചു മാഷി. മതി, ഞാനും നിസ്കരിച്ചു വരാം. അടുക്കളയിൽ ഞാനും കൂടാം. അതിന് തലയാട്ടി സമ്മതം അറിയിച്ച് മാഷിയും റൂമിലേക്ക് പോയി. നിസ്കാരവും കഴിഞ്ഞ് പുറത്തേക്കെന്ന് ഇറങ്ങി നടന്നു ഉവൈസ്. ഒരു പ്രത്യേക മണമുണ്ട് അന്തരീക്ഷത്തിന്. ചുറ്റിനും മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞ മനോഹര കാഴ്ചയും ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. ചെടിയെ തലോടെയും രാവിലത്തെ കുളിരിൽ ലയിച്ചു നിൽക്കുമ്പോഴാണ് മുന്നിലെ വഴിയിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത്. ഓണറായിരിക്കും. ഉവൈസിനെ കണ്ടുവന്ന് കണ്ണ് ചുരുക്കിയെങ്കിലും ഒരു ചിരിയും സമ്മാനിച്ച് ജുനൈസ് നടന്നകന്നു. ഒന്നും മിണ്ടാതെ നടക്കുമ്പോഴും നേരത്തെ കണ്ട മുഖം എവിടെയോ പരിചയമുള്ള പോലെ തോന്നി അവനെ. എവിടെയാ കണ്ടത്? അതെ, ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലോ രണ്ടുപേർ. ഓർത്തെടുത്ത പോലെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഉമ്മാൻ്റെ ഏതോ റിലേറ്റീവ് എന്നല്ലേ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞത്. അവരിവിടെ ഇല്ല, എത്താൻ വൈകുമെന്ന് പറഞ്ഞതും എന്നാലും പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഇറങ്ങുകയും ചെയ്തു. ഉമ്മയെ ഒന്ന് വിളിച്ചു നോക്കി വെയിറ്റ് ചെയ്യാമെങ്കിൽ ചായ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ എവിടെയോ വന്നതാണെന്നും ഇന്ന് തന്നെ മടങ്ങി പോകണമെന്നും പറഞ്ഞവർ ധൃതി പിടിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് അയാളല്ലേ? ഇനി തോന്നിയതാകോ? ചിന്തയും മനസ്സും മറ്റൊന്നിലേക്ക് ചേക്കേറുന്നു എന്നറിഞ്ഞതും താനെന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതെന്ന് സ്വയം പറഞ്ഞ് അവൻ റൂമിലേക്ക് നടന്നു. സുഹൈലത്താ, നിങ്ങൾ രണ്ടാളും മാത്രമേ വന്നിട്ടുള്ളൂ ഇങ്ങോട്ട്? ഇന്നലെ കൈസിനെ കണ്ട ഓർമ്മയിൽ ഇനി അവർക്കൊപ്പം അവനും വന്നതാണോ എന്നറിയാൻ വേണ്ടി മാഷി ചോദിച്ചു. ഞങ്ങളല്ലാതെ വേറെ ആര് വരാനാ മാഷി? അത് ഇന്നലെ കൈസിക്കാനെ ഞാൻ കണ്ടിരുന്നു ഇവിടെ. ഞാൻ അവിടുത്തെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോയി. കൂടെ ഓരോ പെണ്ണുണ്ടായിരുന്നു. മടിച്ചാണ് അവൾ ആ അവസാന വാചകം പറഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ടവൻ മറ്റൊരു പെണ്ണിൻ്റെ സ്വന്തമായി മാറിയിരിക്കുന്നു. പറിച്ചു മാറ്റാൻ പറ്റാത്ത സ്നേഹ കൈമാറ്റം നടത്തിയിട്ട് ഒറ്റപ്പെടുത്തി അകന്നിരിക്കുന്നു. മുന്നിൽ ചെന്ന് വാദിക്കാൻ പോലും പറ്റാത്ത വിധം മുഴിച്ചെല്ലി പിരിച്ചിരിക്കുന്നു. വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണു നനഞ്ഞു തുടങ്ങി അവൾക്ക്. നമ്മളെ വേണ്ടാത്തവരെ നമ്മൾ വിട്ടുകളയണം മാഷി. ഒന്നുമില്ലെങ്കിലും നമ്മളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ അവർ അർഹിക്കുന്നില്ല. നീ ഇങ്ങനെ കരയല്ലേ? സുഹൈല അവളെ സമാധാനിപ്പിച്ചു. വിട്ടുകളഞ്ഞാലും ഓർമ്മകൾ തികട്ടി വരുമ്പോൾ ചില നേരം പിടവിട്ടു പോവും. എന്നാലാവും വിധം ഞാനതിനെ തരണം ചെയ്തിട്ടുണ്ട്. എന്നുള്ളതിനെ ഉൾക്കൊള്ളാൻ പഠിച്ചിട്ടുണ്ട്. മക്കൾ എന്ന ഒന്നിലേക്ക് മാത്രം ചുരുങ്ങിയിട്ടുണ്ട്. എന്നാലും കൺമുന്നിൽ വന്നു നിന്നാൽ എന്ത് ചെയ്യുമെന്ന് ഇപ്പോഴും അറിയില്ല എനിക്ക്. അങ്ങനെ വന്ന് നിൽക്കില്ല എന്ന് അറിയാമെങ്കിലും പുറത്തു നിന്നും ഉവൈസും അവളുടെ സംസാരം കേൾക്കുന്നുണ്ട്. അവളെ എങ്ങനെയാണോ ഒന്ന് ബോൾഡാക്കി കൊണ്ടുവരിക? മറ്റൊരാളെ ആശ്രയിക്കാതെ നിൽക്കാൻ അവളെ പ്രാപ്തയാക്കാൻ എന്തെങ്കിലും ചെയ്യണം. അവനും മനസ്സിൽ ഉറപ്പിച്ചു. ഉറക്കമുണർന്ന് ഉമ്മച്ചി എന്ന കൊഞ്ചിയുള്ള വിളിയിൽ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ണു തിരുമ്പി ചെറ്റിയിൽ ഇരുന്നവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. ഒന്ന് കണ്ണടച്ചതിലും വേഗം അവൾ കണ്ണുകൾ തുറന്ന് ചാടി എഴുന്നേറ്റു. ഉമ്മി! അരികത്തിരിക്കുന്ന സുഹൈലയെ കണ്ടതും അവൾ ആ മടിയിലേക്ക് കയറിയിരുന്ന്
തോളിലൂടെ കൈയിട്ട് കഴുത്തിൽ മുഖം ചേർത്ത് കിടന്നു. ഇതപ്പയെ ഉമ്മിമെന്നേ. തല ചിരിച്ച് അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് വീണ്ടും ചാഞ്ഞു കിടന്നു. നീ എന്താ എന്നെ കാണാൻ വരാനേ? ഈ ഉമ്മയെ എന്നും നോക്കിയിരിക്കും. ഇന്ന് എൻ്റെ കുഞ്ഞ് വരുമെന്ന് വിചാരിച്ച് സങ്കടം നടിച്ച് മോളെ തലോടെ അവൾ പറയുമ്പോൾ കുഞ്ഞുമോൾ എന്തു പറയും എന്ന പോലെ അവൾ നോക്കി. ഉമ്മിക്ക് വിഷമമൊന്നുമില്ല. അവളുടെ മുഖം മാറിയതും സുഹൈല അവളുടെ കവിളിൽ ഒന്ന് മുത്തി. ഉമ്മച്ചി ഒറ്റയ്ക്കായതുകൊണ്ട് വാവയെ കളിപ്പിക്കാനൊക്കെ കൂട്ടി നിന്നതാണെന്ന് ഉമ്മിക്കറിയാം. നീ എൻ്റെ മോള് ഗുഡ് ഗേളാണല്ലോ. അവളുടെ പറച്ചിൽ മോളൊന്ന് തലയാട്ടി ചിരിച്ചു. ഉമ്മയുടെ വയറ്റിൽ വാവ വരുമെന്ന് ഉമ്മച്ചി പറഞ്ഞല്ലോ. എനിക്ക് പെണ്ണുവാവയെ മതി. അപ്പുറത്തൊരു വാവയുണ്ട്, ഒരു സുന്ദരി വാവ. അതുപോലത്തെ വാവയെ മതി എനിക്ക്. കൊഞ്ചി പറഞ്ഞതും ചിരിച്ചും അവൾ സുഹൈലയുടെ കയ്യിലെ ചൂടിൽ ചേർന്നുറങ്ങി. അതൊരു നിർവൃതിയാണ്. ചുരത്താത്ത മാരടങ്ങൾ ചുരത്താൻ വെമ്പുന്ന നേരം ആരും കാണാതെ കുഞ്ഞുമോൾക്ക് പാലൂട്ടിയിട്ടുണ്ട് സുഹൈല. കുഞ്ഞിച്ചുണ്ടുകൾ കൊണ്ട് ഉറുകെ പിടിച്ച് നാവ് കൊണ്ട് ശബ്ദമുണ്ടാക്കി. ചുരത്താത്ത പാൽക്കണ്ണി കൊതിയോടെ നുണയുമ്പോൾ പാലില്ലെങ്കിലും കുഞ്ഞുമോൾ പിടിവിടാതെ ഓമ്പിക്കൊണ്ടിരിക്കും. ഓമ്പിക്കടിച്ച് നെഞ്ചോട് ചേർന്ന് മോൾ ഉറങ്ങുമ്പോൾ കണ്ണുകയുടകെ അടച്ച് കണ്ണുനീർ ഒഴുക്കും. ഒരിക്കൽ വാതിൽ ലോക്ക് ചെയ്യാതെ മോളെ ഇറുക്കുന്ന നേരം അറിയാതെ കൂടെ ഉറങ്ങിപ്പോയി. ഉവൈസ് വന്നതും അവൻ ഫ്രഷായി മോളുടെ അരികു പറ്റിക്കിടുന്നതും ഒന്നും അറിഞ്ഞില്ല. സുഹൈലയുടെ നെഞ്ചിൽ പതുങ്ങിയുറങ്ങിയ മോളെ നേരെ കെടുത്താൻ നോക്കിയിരിക്കുമ്പോൾ എന്തോ ഉടക്കിയിരിക്കും പോലെ തോന്നി അവന്. ഒന്ന് എഴുന്നേറ്റ് മോളെ ശ്രദ്ധയോടെ ഒന്ന് വലിച്ചതും അവളുടെ വായിൽ നിന്നും പാൽക്കണ്ണി വിട്ടതും ഉവൈസ് ഒന്ന് നെട്ടി. ഉറക്കം മുറിഞ്ഞ മോളും അതോടൊപ്പം സുഹൈലയും ഉണർന്നിരുന്നു. മുന്നിലിരിക്കുന്ന ഉവൈസിനെ കണ്ടതും വേഗം പിടഞ്ഞെഴുന്നേറ്റ് ഡ്രസ്സ് നേരെയാക്കുമ്പോൾ അവനോട് എന്തു പറയാമെന്ന ആവലാതിയോടെ തല കുനിഞ്ഞു പോയിരുന്നു. ഒന്നും മിണ്ടാനാവാതെ ഉവൈസ് അവിടെ നിന്നും എഴുന്നേറ്റു. ഡ്രസ്സ് മാറ്റി അവൻ ഇറങ്ങുമ്പോൾ ഒന്നുകൂടി സുഹൈലയെ നോക്കാതിരിക്കാൻ അവനായില്ല. അപ്പോഴും അവനെ നോക്കാതെ അവളിരുന്നു. പ്രസവിക്കാത്തത് തൻ്റെ തെറ്റാണോ? ഒരു കുഞ്ഞിനെ പാലൂട്ടാൻ കൊതിച്ചത് തൻ്റെ തെറ്റാണോ? എൻ്റെ മാറിലെ ചൂടിൽ ഒരു കുഞ്ഞിനെ ഉറക്കിയത് തൻ്റെ തെറ്റാണോ? അവൾ ഓരോന്നും പുലമ്പിക്കരഞ്ഞു. കാറിലിരിക്കുമ്പോഴും ഉവൈസിൻ്റെ കണ്ണിൽ ആ ചിത്രം തെളിഞ്ഞു വന്നു. സുഹൈലയുടെ നെഞ്ചിൽ പതുങ്ങിയിറങ്ങുന്ന കുഞ്ഞുമോൾ. ഉപ്പച്ചി, മോൾക്ക് പാർക്കിൽ പോകണം. ഉച്ചയ്ക്ക് ഉറക്കാൻ കിടത്തിയ നേരം ഉവൈസിൻ്റെ ചെവിയിൽ അടക്കം പറഞ്ഞ മോള്. കൊണ്ടുപോവോ? നിറഞ്ഞ താടിയിൽ പിടിച്ചും വലിച്ചും ചുരുട്ടിക്കളിച്ചും അവൻ്റെ കണ്ണിലേക്ക് കൊഞ്ചലോടെ നോക്കി അവൾ. മുസമ്മു ഒരറ്റം ചേർന്ന് കിടപ്പുണ്ട്. അവനതൊക്കെ കൊഞ്ചലോടെ പറയാനൊരു മടി. ഇത്താത്ത പറയെന്ന് പറഞ്ഞ് ആൾ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. ദേ, എൻ്റെ കവിളിൽ 2 ഉമ്മ തരുന്നവരെ മാത്രമേ ഞാൻ പാർക്കിൽ കൊണ്ടുപോകുള്ളൂ. മുസമ്മിനെ നോക്കി അവൻ പറയുന്നേരം മോള് വേഗം അവന് ഉമ്മ കൊടുത്ത് നല്ല കുട്ടിയെപ്പോലെ ഉയർന്നു. ഡാ മുസമ്മു, ഉപ്പച്ചിക്ക് ഉമ്മ കൊടുക്ക്, എന്നിട്ട് നമുക്ക് പോവാം. അവനെ കുലുക്കി വിളിച്ചു അവൾ. മടിച്ചിട്ടാണെങ്കിലും അവൻ്റെ 2 കവിളിലും ചുണ്ടുകൾ ചേർത്ത് നാണത്തോടെ മുസമ്മു ചിരിച്ചു. ബീച്ചിനോട് ചേർന്ന് പാർക്കിൽ തിമിർത്തു കളിക്കുന്ന മക്കളെ നോക്കി മാഷി കണ്ണു ചിമ്മാതെ ഇരുന്നു. തൻ്റെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടാത്ത വിധം പലതും ഉണ്ടെന്ന പോലെ അവളുടെ മനസ്സ് പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി. ഒറ്റയ്ക്ക് പോകാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ആവശ്യം വരുമ്പോൾ പലരെയും ആശ്രയിക്കേണ്ടി വരും. മോളെ ഇപ്രാവശ്യം സ്കൂളിൽ ചേർക്കണം. അതിന് ഇക്കാക്ക് വരേണ്ടി വരും, അല്ലെങ്കിൽ ഉവൈസിക്ക. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വീണ്ടും അവരുടെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന കാര്യം ആലോചിച്ചതും എന്ത് തീരുമാനം എടുക്കുമെന്നറിയാതെ അവൾ ഉയരെ തുടങ്ങി. കുഞ്ഞിനെയും കൊണ്ട് ഒരു ജോലി എളുപ്പമാകില്ല. അങ്ങനെ ഒരു ജോലി വേണമെങ്കിൽ തന്നെ തനിക്ക് അതിനുള്ള യോഗ്യത വേണം. +2 വരെ പഠിച്ച് തനിക്ക് എന്ത് ജോലിയെ കിട്ടുക? വല്ല വീട്ടുജോലിയും കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ നിൽക്കേണ്ടി വരും. മക്കൾ കളിയൊക്കെ നിർത്തി വന്നപ്പോൾ ഉവൈസ് അവരെയും കൊണ്ട് കടകളിലേക്ക് നടന്നു. നീ വരുന്നോ മാഷി? നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഉവൈസിനെയും മക്കളെയും ചൂണ്ടി സുഹൈല മാഷിയോട് തിരക്കി. ഇല്ല ഇത്താ, ഞാനിവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ സുഹൈലത്ത. എന്നാലേ മോനെ ഞാനെടുക്കാം. ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം, അല്ലേ കുഞ്ഞാ? മോനെ എടുത്തിർത്തി അവൻ്റെ വയറിൽ ഇക്കിടിയിട്ട് സുഹൈല ചിരിച്ചു. കൂടെ അവനും. കടലിരുമ്പോൾ അവളുടെ നെഞ്ചും കൂടെ ഇരുമ്പുന്നുണ്ട്. ഓരോ ദിവസവും കടന്നു പോകുന്നത് തൻ്റെ ഹൃദയം കീറി മുറിച്ച വേദനയോടെയാണ്. ഒരുപാട് ആളുകൾക്ക് ചുറ്റും വന്നിട്ട് നീ ഒറ്റക്കല്ല ജുനൈസ, ഇവരൊക്കെ നിൻ്റെ കൂടെ ഉണ്ടെന്ന് വെറുതെ മനസ്സ് പറഞ്ഞ് പഠിപ്പിക്കും. അതിനു വേണ്ടിയാണ് ഇടയ്ക്ക് ഇവിടങ്ങളിലൊക്കെ മോളെയും കൊണ്ടുവരുന്നത്. സ്വയം സമാധാനിക്കാനും നമുക്ക് ചുറ്റും മനുഷ്യരുണ്ട് എന്ന് മോളെ പഠിപ്പിക്കുവാനും. ഒറ്റമുറിയുടെ അന്തരീക്ഷത്തിൽ വളർന്നു വരുമ്പോൾ അവൾക്ക് മറ്റുള്ളവരെ കണ്ടാൽ ഭയം തോന്നിയാലോ, തന്നിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ. ഇപ്പോൾ ഇടയ്ക്ക് അങ്ങനെ തോന്നിപ്പോവും. താനും അവളും മാത്രമുള്ളൊരു ലോകം. ഇപ്പോൾ ഇടയ്ക്ക് ഉപ്പയും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആരുമില്ല ഞങ്ങൾക്ക്. നേഷ്യുവിൻ്റെ ഉമ്മയും ഉപ്പയും ഇപ്പോൾ ഗൾഫിൽ അളിയൻ്റെ ഒപ്പമാണ്.
കിലുക്കാമ്പെട്ടി പോലെ തനിക്ക് ചുറ്റും വട്ടം വിട്ട് നടന്ന മോളുടെ മരണം ഉപ്പയെ കൂടുതൽ തളർത്തി. ഇനിയും ഇവിടെ നിർത്തിയിട്ട് പോയാൽ ഇവരെ കൂടി എനിക്ക് നഷ്ടമാകും ജുനൈ എന്ന അളിയൻ്റെ വാക്കിൽ തല കുലുക്കി സമ്മതം പറഞ്ഞു. മോളെ അവർ നോക്കാമെന്ന് പറഞ്ഞെങ്കിലും തൻ്റെ ആകെയുള്ളൊരു ആശ്വാസം അവൾ മാത്രമായതുകൊണ്ട് അതുമാത്രം എന്നോട് പറയല്ലേ ഉപ്പ എന്ന് കണ്ണു നിറഞ്ഞ് പറഞ്ഞ നിമിഷം അദ്ദേഹം ഇറുകെ പുണർന്ന് കരഞ്ഞു പോയിരുന്നു. യാത്രയാക്കാൻ താനും മോളും കണ്ടില്ല. കണ്ടു നിൽക്കാൻ പറ്റില്ല എനിക്ക്. എല്ലാ വേദനയും ഒന്നിന് പിറകെ ഒന്നായി വന്ന് പതിക്കുമ്പോൾ മോളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരിഞ്ഞിട്ടുണ്ട്. ആണുങ്ങൾ കരയില്ലത്രേ, ആരോ പറഞ്ഞു. ഹൃദയം കല്ലല്ലോ ഞാൻ കരയാതെ ഇരിക്കാൻ. പച്ചയാ മനുഷ്യനാണ് ഞാൻ. വേർപാടുകൾ വേദന നിറയ്ക്കുമ്പോൾ കണ്ണു നിറയും, കവിഞ്ഞൊഴുകും, ശരീരം മുലയും. ഞാനും മനുഷ്യനാണ് മാമാ. കേട്ട് പരിചയമായ സ്വരം. കണ്ണൊന്ന് അമർത്തി തുടച്ച് ചിരിയോടെ തിരിഞ്ഞു നോക്കി. രാവിലെ കണ്ട ആൾക്കൊപ്പം ചിരിയോടെ 2 മക്കൾ. ഉപ്പച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ വാവ, സുന്ദരി വാവ. ഇതുപോലത്തെ വാവയെ എനിക്കും വേണട്ടോ. അവൾ ഉവൈസിനെ നോക്കി കൊഞ്ചി. ഉവൈസ് ആവട്ടെ എന്ന പോലെ തല അനക്കി. മാമ, ഈ വാവയൊന്ന് ഉപ്പച്ചിക്ക് കാട്ടിക്കൊടുക്കോ. ഇതുപോലത്തെ ഒരു വാവയെ എനിക്കും വേണം. കുഞ്ഞിക്കാലുകൾ പൊന്തിച്ച് അവൾ കുഞ്ഞിനെ നോക്കി. അവളുടെ ഉപ്പച്ചിയാണ്. ജുനൈ അവളെ നോക്കി ചിരിച്ചു. ഉവൈസ് കൈ കൊടുത്തുകൊണ്ട് സലാം പറഞ്ഞു. ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെട്ടു 2 പേരും. ആ സമയം സുഹൈലയും അവർക്കൊപ്പം എത്തിയിരുന്നു. ഉമ്മി, ദേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പെണ്ണുവാവയെ. അപ്പുറത്തെ വാവയത്, ആ വാവയത്. എനിക്കും വേണം ഇതുപോലത്തെ ഒരു വാവയെ കേട്ടോ. അവൾ വീണ്ടും തുള്ളിക്കളിച്ച് സുഹൈലയെ ചുറ്റിപ്പിടിച്ചു. തൻ്റെ ആഗ്രഹം പോലത്തെ വാവയെ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. ഇതുപോലത്തെ വാവ ഉമ്മയുടെ വയറ്റിൽ വരുമെന്ന പോലെ. മാഷി, എവിടെ സുഹൈല? സുഹൈലയ്ക്ക് പിറകിൽ മാഷിയെ കാണാതെ കണ്ണുകൾ കൊണ്ടൊന്ന് പരുതി അവൾ ചോദിച്ചു. അവൾക്ക് കുറച്ചു നേരം അവിടെ ഒറ്റയ്ക്കിരിക്കണമെന്ന്. അവളെ ഒറ്റക്കാക്കണ്ട, നീ അവളെ വിളിച്ചിട്ട് വാ. ആകെ ഒരു തൊട്ടാവാടി പരുമമാണ്. സുഹൈലയെ പറഞ്ഞു വിട്ട് ഉവൈസ് മക്കളെ നോക്കി. 2 പേര് വാവയെ കളിപ്പിക്കുകയാണ്. ജുനൈസ് മക്കൾക്കൊപ്പം ആ മണലിൽ ഇരിക്കുന്നുണ്ട്. ചെറിയ ടവൽ വിരിച്ച് മോളെയും ഇരുത്തിയിട്ടുണ്ട്. അവൾ ആ മണൽ വാരി എറിഞ്ഞ് നോക്കുന്നുണ്ട്. മുസമ്മിമിൻ്റെ കവിളിൽ അടിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും വലിയ ശബ്ദമുണ്ടാക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. വാവേ വാവേ എന്ന് വിളിച്ച് മോൾ അവളുടെ കൈ പിടിച്ച് കുലുക്കുകയും അവളുടെ താടിയിലും കവിളിലും ഒക്കെ പിടിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉവൈസും അവർക്കൊപ്പം ഇരുന്നു. വാവയുടെ ഉമ്മ വന്നിട്ടില്ലേ? ഉവൈസിൻ്റെ ചോദ്യം കേൾക്കെ മക്കളിൽ നിന്നും ശ്രദ്ധ മാറ്റി അവനൊന്ന് ചിരിച്ചു. മോൾക്ക് ഉമ്മയില്ല, പ്രസവത്തോട്. ബാക്കി പറയാനാവാതെ അവൻ താഴ്ന്നു പോകുന്ന സൂര്യനിലേക്ക് നോക്കി. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.